ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കക്ക ഇറച്ചി സമോസയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സമോസയുടെ ഡോവിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മൈദ ഇല്ലെങ്കിൽ ആട്ട എടുത്താലും മതി. ഇനി മൈദ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, 3 സ്പൂൺ പാല്, കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. ഒരു ടവലിട്ട് കവർ ചെയ്തതിന് ശേഷം 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമോസയുടെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം, 5 ചെറുള്ളി, 5-6 കഷ്ണം വെളുത്തുള്ളി, ചെറിയ 3 കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില. ഇതെല്ലാം കൂടി ഒരു മിക്സറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 2 പൊട്ടാറ്റോ ഉപ്പ് ചേർത്ത് വേവിച്ചത്, 1.5 സവാള, കുറച്ച് കരിവേപ്പില, എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർക്കാം. മസാല നന്നായിട്ടൊന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള സോട്ടായതിനു ശേഷം 3/4 കപ്പ് കക്ക ആഡ് ചെയ്യാം. കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും. ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1.5 ടീസ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉലുവ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ മീറ്റ് മസാല. ഇതെല്ലാം കക്കയിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്യാം. കക്കയിലേക്ക് മസാല പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പൊട്ടാറ്റോ ആഡ് ചെയ്യാം. പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം 1/2 നാരങ്ങ നീര് ചേർക്കാം. കുറച്ച് മല്ലിയില, വണ്ണവറിന് ശേഷം സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ നന്നായിട്ടൊന്ന് പരത്തി വീതിയുള്ള റെക്റ്റാങ്കിൾ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. റെക്റ്റാങ്കിൾ സ്ട്രിപ്സ് ഇതേപോലെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള പോക്കറ്റ്സ് ആക്കിയതിന് ശേഷം ഫില്ലിംഗ് വെച്ച് വാട്ടർ യൂസ് ചെയ്ത് സീൽ ചെയ്യാം. ഓയിൽ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വെറൈറ്റിയും ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കക്ക സമോസ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.